സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് മലപ്പുറം വയനാട് ജില്ലകളിലാണ് കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത്. ഇരു ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഇതിന്റെ കള്ളക്കടലിന്റെ ഭാഗമായി കേരള തീരത്ത് കടലാക്രമണത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഉഷ്ണതരംഗ സാധ്യതയുള്ള ആലപ്പുഴയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി അൽ അമീനാണ് ചേരുന്നത്. അമീൻ, സംസ്ഥാനത്ത് ഇന്നലെയോടെ പെയ്ത മഴയിൽ തെല്ല് ശമനം ചൂടിന് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ മഴ മുന്നറിയിപ്പുകളും വരുന്നുണ്ട്. ഏതൊക്കെ ജില്ലകളിലാണ് മുന്നറിയിപ്പ്? ഒപ്പം ഈ തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും പ്രധാനപ്പെട്ട 3 മുന്നറിയിപ്പുകളാണ് ഇന്ന് സംസ്ഥാനത്ത് നൽകിയിരിക്കുന്നത്. അതിലൊന്ന് കേരള തീരത്ത് ജാഗ്രതാ നിർദ്ദേശം വേണമെന്നുള്ളതാണ്. അതിന് കാരണം കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് കേരള തീരത്ത് ഇന്നു രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ്. ഈ കടലാക്രമണവും തിരമാലയും ഒക്കെ തന്നെ 1.6 മീറ്റർ ഉയരത്തിൽ വരെ ഈ തിരമാലകൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് കടുത്ത ജാഗ്രത കേരള തീരത്ത് വേണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ്. തെക്കൻ തമിഴ്നാടിന്റെ പ്രദേശങ്ങളിലും ഇത്തരത്തിലൊരു കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, സംസ്ഥാനത്ത് കഠിനമായ ചൂട് ഇനിയുള്ള ദിവസങ്ങളിലും തുടരുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിൽ ആലപ്പുഴ ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യത മുൻനിർത്തി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സംസ്ഥാനത്ത് വയനാട്, ഇടുക്കി ഒഴികെയുള്ള 12 ജില്ലകളിലും ചൂട് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ന് മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 12-ാം തീയതി പത്തനംതിട്ടയിലും ഇടുക്കിയിലും, 13-ാം തീയതി വയനാടും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വേനൽ മഴ കുറച്ചുകൂടി ശക്തമാകുന്നതിനോടുകൂടി ചൂടിന് കൂടുതൽ ശമനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട വേനൽ മഴ പലയിടങ്ങളിലും ഉണ്ടായി. അതിൻ്റെ ഒരു ആശ്വാസം നേരിയ തോതിലെങ്കിലും ചിലയിടങ്ങളിലുമുണ്ട്. അപ്പോഴാണ് ചൂട് തുടരുമെന്നുള്ളൊരു മുന്നറിയിപ്പ് വരുന്നത്. അങ്ങനെ കഠിനമായ ചൂടിലേക്ക് സാഹചര്യം പോകുമെന്ന് പറയുമ്പോഴും അതിന് ആനുപാതികമായി തന്നെ വേനൽ മഴയും ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ചൂടിന് സാധ്യത കുറഞ്ഞേക്കാം. ഏതായാലും ആലപ്പുഴ ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യത മുൻനിർത്തി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം കേരള തീരത്ത് കടലാക്രമണ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ആര്യ, ശരി, ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് അൽ അമീൻ റിപ്പോർട്ട് ചെയ്യുന്നത്.